ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം 4-ാം ഞായറാഴ്ച നമുക്ക് വായനയ്ക്കായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചനങ്ങളാണ്. കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ട്. മനോഹരമായൊരു കഥ ഓർത്തു പോകുന്നു. ഒരിക്കൽ വനത്തിനടുത്ത് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന പെൺകുട്ടി അമ്മയെ സഹായിക്കാൻ വിറക് ശേഖരിക്കുന്നതിനായി വനത്തിലേക്ക് പുറപ്പെടുന്നു. ഉച്ചതിരിഞ്ഞ് നേരം വളരെ അലഞ്ഞു നടന്നപ്പോഴാണ് തനിക്ക് വഴി തെറ്റിപ്പോയെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ഇരുട്ട് വ്യാപിച്ചപ്പോൾ വനത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന മരങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതായി അവൾക്ക് തോന്നി. വഴിമുട്ടി നിന്ന ആ നിമിഷം പെട്ടെന്ന് എന്തോ ഓർത്തെന്ന പോലെ അവൾ പിതാവ് സമ്മാനമായി നൽകിയ ഒരു ചെറിയ വിളക്ക് സഞ്ചിയിൽ നിന്നെടുത്തു. അതിൽ ഇങ്ങനെ മുദ്രണം ചെയ്തിരുന്നു: എന്നെ കത്തിക്കുക, ഞാൻ നിന്നെ നയിക്കും. വളരെ ചെറിയ പ്രകാശം ആയിരുന്നെങ്കിൽ കൂടി അരണ്ട വെളിച്ചത്തിൽ ശ്രദ്ധയോടെ ചുവടുവെച്ച് അവൾ സുരക്ഷിതയായി വീട്ടിലെത്തിച്ചേർന്നു. ദൈവവചനം നിങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവവചനമാകുന്ന തീക്കട്ട നമ്മിലെ പാപമാലിന്യങ്ങളെ എരിയിച്ച് അഗ്നിശുദ്ധി വരുത്തി നമ്മിലെ നന്മയുടെ പ്രകാശത്തെ ആളിക്കത്തിക്കും. ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ബാറ്ററിയാണ് തിരുവചനം. മനുഷ്യ ജീവിതത്തിൽ അവന്റെ ശൈശവം മുതൽ മരണം വരെ വഴികാട്ടിയായി വചനം നിലകൊള്ളുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ശക്തിപ്പെടുത്തി അന്ത്യവിനാഴികയിൽ നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് സുന്ദര വാഗ്ദാനം നൽകി മനുഷ്യനെ വഴി നടത്തുന്ന തിരുവചനം. ജീവിതത്തിന്റെ സന്തോഷ സന്താപങ്ങളിൽ, ഉയർച്ചകളിലും തകർച്ചകളിലും, രോഗപീഠകളിലും വചനം ശക്തിയായി നിലകൊള്ളുന്നുണ്ട്. വചനം സ്വീകരിച്ചവരും വചനത്തെ സ്വീകരിച്ചവരും ഈ മാസ്മരിക ശക്തിയെ രുചിച്ചറിഞ്ഞവരാണ്. ശ്ലീഹ പറയും പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് തിരുവചനം. അത് കടന്നു ചെല്ലുന്ന ഇടങ്ങളെയെല്ലാം രൂപാന്തരപ്പെടുത്തുന്ന മാസ്മരിക ശക്തി വചനത്തിനുണ്ട്. ഒരു ആഭാസനെ പോലെ ജീവിച്ച വിശുദ്ധ അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരനെ നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന തിരുവചനം അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റി. വചന പ്രഘോഷണത്തിനായി ജീവൻ സമർപ്പിച്ച ഗ്രഹാം സ്റ്റെയിൻ, വചനം ജീവിതമാക്കിയ വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ റാണി മരിയ, ഇവരെല്ലാം നമുക്ക് മുന്നിൽ ഇന്ന് ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഇത്തരുണത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടത്, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദൈവവചനത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ നൽകുന്ന സ്ഥാനമെന്ത്? വിശുദ്ധ ജെറോം പറയുന്നു, ദൈവവചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. വചനം മാംസം ധരിച്ച് മർത്യന് മന്നയായി മാറിയതാണ് ദിവ്യകാരുണ്യം. വചനമാകുന്ന വാക്ക് മാംസമായി മാറുമ്പോൾ അത് ജീവൻ പ്രദാനം ചെയ്യും. എന്റെ കുടുംബത്തിൽ, ഇടവകയിൽ, സമൂഹത്തിൽ ദൈവവചനം പാലിക്കപ്പെടുന്നുണ്ടോ? ദൈവവചനം വഹിക്കപ്പെടുകയും വായിക്കപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്ന ഭവനങ്ങൾ അനുഗ്രഹീതമാണ്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അനുദിനം ദൈവവചനം സന്ധ്യാപ്രാർത്ഥനകളിൽ വായിക്കപ്പെടാറുണ്ട്. എല്ലാ വിശേഷ അവസരങ്ങളും രൂപത്തിന്റെ മുൻപിൽ വചന വായനയിലാണ് ആരംഭിക്കുക. ഇന്ന് സന്ധ്യാപ്രാർത്ഥനകൾക്കിടയിൽ ദൈവവചന വായന നടക്കുന്നുണ്ടോ? എത്ര തിരുവചനം ഇന്ന് നമുക്കും നമ്മുടെ മക്കൾക്കും മനപാഠമാണ്. നാം വചനത്തെ ഏറ്റെടുക്കുമ്പോൾ വചനം നമ്മെ ഏറ്റെടുക്കും. കാരണം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സിദ്ധ ഔഷധം വചനത്തിലുണ്ട്. വചനം എന്നിൽ മാംസം ധരിക്കുകയും എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, പെരുമാറ്റങ്ങളെല്ലാം വിശുദ്ധമാവുകയും ചെയ്യുമ്പോൾ അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന് തിരുവചനം പറയുന്നത് എൻ്റെ ജീവിതത്തിലും അന്വർത്ഥമാകും. അതിനായി ആയിരിക്കുന്ന ഇടങ്ങളിൽ നന്മയുടെ പ്രകാശം വിതറുന്ന വ്യക്തികളായി മാറുക. തിരുവചനം എടുക്കുവാനും വായിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.